ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കിച്ചണിൽ ഹെൽപ്പ് ആവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ അറിയുന്നവരും ഉണ്ടായിരിക്കും, പക്ഷെ കുറേ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 1 എന്താണെന്ന് നോക്കാം. മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുക്കറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ആകെ കുക്കറും സ്റ്റൗവും ഒക്കെ വൃത്തികേടാവും വിസിലടിക്കുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടപ്പിനകത്തുള്ള വാഷർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കുക്കർ വെച്ചാൽ ഒരു പരിധി വരെ തിളച്ച് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും കുളിക്കുമ്പോൾ ഒരു ബക്കറ്റും മഗ്ഗും യൂസ് ചെയ്യുന്നുണ്ടാവും. കുറേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബക്കറ്റിലും മഗ്ഗിലും ഒരു വഴുവഴുപ്പ് വരും. അപ്പോൾ ഈ വഴുവഴുപ്പ് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടി കുറച്ച് പൊടിയുപ്പ് വെതറിയിട്ട് ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചാൽ തന്നെ ഫുള്ള് വഴുവഴുപ്പെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. ക്യാരറ്റിനും പടവലങ്ങയ്ക്കൊക്കെ തിന്നായിട്ടുള്ള തൊലിയാണുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ പീലർ ഉപയോഗിച്ച് പീൽ ചെയ്യുമ്പോൾ കുറേ സ്കിന്നൊക്കെ വെറുതെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പീലറിന് പകരം ഷാർപ്പായിട്ടുള്ള ഒരു സ്പൂണോ പിന്നെ സ്റ്റീൽ ഗ്ലാസിൻ്റെ എഡ്ജോ ഉപയോഗിച്ചിട്ട് പീൽ ചെയ്താൽ ആ തിന്നായിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ കഴിയും. ഇനി ടിപ്പ് നമ്പർ 4. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡിൽ കറയാവുന്നത് സാധാരണമാണ്. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാരങ്ങ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത്യാവശ്യം ഹാഷായിട്ടുള്ള ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടിംഗ് ബോർഡ് ക്ലീനായി കിട്ടും. ടിപ്പ് നമ്പർ 5. നമ്മൾ പച്ചക്കായ കട്ട് ചെയ്യുമ്പോൾ എളുപ്പം തന്നെ അത് കറുത്തു പോവും. അപ്പോൾ ഇങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ കട്ട് ചെയ്ത ഉടനെ തന്നെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്താൽ കറുക്കാണ്ടിരിക്കും. ടിപ്പ് നമ്പർ 6. നമ്മൾ ഏതൊരു പുതിയ കത്തി വാങ്ങിയാലും ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച മുഴുവൻ പോവും. ഇറച്ചിയൊന്നും കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനൊരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. വെജിനും നോൺ വെജിനും വേറെ വേറെ കത്തി വയ്ക്കുക. നോൺ വെജ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കത്തിയുടെ മൂർച്ചയൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ ഉള്ളിയൊന്നും കട്ട് ചെയ്യാൻ ഇറച്ചി കട്ട് ചെയ്യുന്നത് എടുക്കരുത്. രണ്ടിനും വേറെ വേറെ കത്തികൾ വെച്ചാൽ മാത്രം മതി. ടിപ്പ് നമ്പർ 7. നമ്മൾ ഈ പുകയടുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പുതിയ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കരി പിടിച്ച് പോകും. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അടുത്തത്. നമ്മൾ പാത്രം അടുപ്പിൻ്റെ മുകളിൽ വെക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ പുറത്ത് ഓയിലോ സെബീന പൊടിയോ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചാൽ എത്ര കരി ഉണ്ടെങ്കിലും സാധാരണ കഴുകുന്ന പോലെ കഴുകിയാൽ അതെല്ലാം പോയി കിട്ടും. ടിപ്പ് നമ്പർ 8. നിലത്ത് ഓയിലെങ്ങാനും പോയാൽ അത് കളയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്താൽ തന്നെ അതിൻ്റെ ആ വഴുവഴുപ്പ് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിമ്പിളായിട്ട് ഇതെങ്ങനെ കളയാമെന്നാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടി പോയ ഓയിലിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലോർ ആ ഓയിൽ മുഴുവൻ വലിച്ചെടുക്കും. എന്നിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ വഴുവഴുപ്പൊന്നും ഇല്ലാതെ തന്നെ മുഴുവനായിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 9. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ മീറ്റൊക്കെ ഒരുമിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാനുള്ള ഒരു ട്രിക്കാണ് അടുത്തത്.
മീറ്റും ഫിഷും ഒക്കെ എപ്പോഴും ഡീഫ്രോസ് ചെയ്യുകയും ഫ്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ മീറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ എത്ര തവണയാണോ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രയും കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ കവേഴ്സിലോ ഇട്ടിട്ട് ഇതെടുത്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഈസി ആയിട്ട് എടുക്കാനും കഴിയും. പിന്നെ ബാക്കിയുള്ളതെല്ലാം സേഫായിട്ട് കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 10. ഇനി പച്ചമുളക് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഞെട്ടിയെല്ലാം എടുത്ത് കളയുക എന്നുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തീരുന്നത് വരെ ഇത് കേടുകൂടാണ്ടിരിക്കും. ടിപ്പ് നമ്പർ 11. പിന്നെ നമ്മുടെ ചിക്കൻ മസാല, മീറ്റ് മസാല, ഇങ്ങനത്തെ നമ്മൾ എന്നും ഉപയോഗിക്കാത്ത മസാലപ്പൊടികളൊക്കെ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കട്ട പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലെപ്പോഴും മോയ്സ്ചർ ഉണ്ടാവും. ഇങ്ങനെ കട്ട പിടിക്കാണ്ടും കേട് പിടിക്കാണ്ടും ഇരിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 12. ഇനി നമ്മൾ എല്ലാ വീട്ടിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് അരിയിലും അരിപ്പൊടിയിലൊക്കെ ഇതുപോലത്തെ പുഴുക്കളും ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നത്. ഇതെങ്ങനെ നേരിടാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ അരിയിലും ധാന്യങ്ങളിലൊക്കെ ഒരു 4-5 ഉണക്കമുളക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പരിധി വരെ പ്രാണികളൊന്നും വരാണ്ട് നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.